അർജുൻ, അതിദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. വീണ്ടും പേവിഷബാധയേറ്റ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം SITയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരിയാണ് മരിച്ചത്. ഇതിപ്പോൾ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്നാമത്തെ കുട്ടിയാണ് ഇത്തരത്തിൽ മരിക്കുന്നത് എന്നുള്ളതാണ്. അർജുൻ, വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്ന ഒരു പ്രതികരണം? സ്വാതി, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഏപ്രിൽ 8-നാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേൽക്കുന്നത്. അന്ന് തന്നെ ആ കുട്ടിയുടെ ഉമ്മ പ്രഥമ ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ആദ്യത്തെ ദിവസം തന്നെ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തു. ഒറ്റ ഡോസ് മാത്രമാണ് കുട്ടിക്ക് പിന്നീട് വാക്സിനായി നൽകാനുണ്ടായിരുന്നത്. അത് മെയ് 6-നാണ് നൽകാനുള്ളത്. അതായത് വാക്സിൻ എങ്ങനെയാണോ എടുക്കേണ്ടത് അത് കൃത്യമായി നൽകിയാണ് കുട്ടിയുടെ ചികിത്സ നടത്തിയത്. പക്ഷേ ആരോഗ്യ വകുപ്പ് പറയുന്നത് കുട്ടിയുടെ കൈയിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആ തെരുവുനായയുടെ കടി ഈ കുട്ടിയുടെ നേരിട്ട് കുട്ടിയുടെ കൈഞ്ഞരമ്പിൽ കടിയേറ്റു. അതാണ് ഈ കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാക്കിയത്. ചില കേസുകളിൽ നേരിട്ട് കൈഞ്ഞരമ്പുകളിലേക്ക് കടിയേൽക്കുന്നത്, ഞരമ്പുകളിൽ കടിയേൽക്കുമ്പോൾ അത് വാക്സിൻ എടുത്താൽ പോലും ചില ഘട്ടങ്ങളിൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിലും അതാണ് ഉണ്ടായത്. അത് വാക്സിൻ ഫലപ്രദമാണ്, പക്ഷേ ചില കേസുകളിൽ നമ്മൾ ഈ വാക്സിനെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് സ്ഥിതി മാറാനുള്ള സാഹചര്യമുണ്ട്. അതാണ് കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കുട്ടിയുടെ അമ്മയും അത് പറഞ്ഞിരുന്നു. കാരണം കൈയിന് ആഴത്തിലാണ് കടിയേറ്റിരുന്നത്. വലിയ ഒരു കുഴി പോലെ മുറിവ് ഉണ്ടായിരുന്നുവെന്നാണ് കുട്ടിയുടെ അമ്മയും പറഞ്ഞിരുന്നത്. അത് നേരിട്ട് ഈ പട്ടിയുടെ പല്ല് ഈ ഞരമ്പിലേക്ക് എത്തിയിരുന്നു. അതായത് അങ്ങനെയാണ് അത്തരത്തിൽ ഒരു മുറിവ് ആ കുട്ടിയുടെ കൈയിന് ഉണ്ടായിരുന്നു. അതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്. അത് വാക്സിൻ കൃത്യമായി എടുത്താൽ പോലും ചില കേസുകളിൽ, അതായത് ആരോഗ്യവകുപ്പും അന്ന് SIT സൂപ്രണ്ടും പറഞ്ഞത് 5 ലക്ഷം പേരിൽ ഒരു ആൾക്കെങ്കിലും ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ വാക്സിൻ എടുത്താൽ പോലും ചില ഘട്ടങ്ങളിൽ അത് ആരോഗ്യസ്ഥിതി ഗുരുതരമാകും. അതാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പും വിശദീകരിച്ചത്. അതായത് വാക്സിൻ ഏതെങ്കിലും തരത്തിൽ അതിൽ പാളിച്ചയില്ല, വാക്സിൻ ഫലപ്രദമായിരുന്നു. പക്ഷേ ആ മുറിവാണ് ഇത്തരത്തിൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചത്. അതാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായത്. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ വാക്സിൻ എടുത്ത് എല്ലാ ശുശ്രൂഷയും ചെയ്തിട്ട് പോലും ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഈ മാസം 1-ാം തീയതിയാണ് കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ സമയത്ത് ബോധമുണ്ടായിരുന്നു, കുട്ടി സംസാരിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. പക്ഷെ പിന്നീട് കുട്ടി അബോധാവസ്ഥയിലേക്ക് പോകുന്നു, വെന്റിലേറ്ററിലാകുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അർജുൻ, എന്തായാലും 3 കുട്ടികൾ, ചെറിയ കുട്ടികളുടെ ജീവനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ, ഇത്തരത്തിൽ ഇനി സംഭവിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക? സ്വാതി, ഒരു ഘട്ടത്തിൽ ഈ തെരുവുനായയെ അതിന്റെ നിയന്ത്രണം വലിയ കാര്യക്ഷമമായി നടന്നിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ വീണ്ടും തെരുവുനായകളുടെ എണ്ണം പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഏറെയും പുറത്തൊക്കെ ഇറങ്ങി കളിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായ നിയന്ത്രണം കാര്യക്ഷമമല്ല. പണ്ട് ഈ തെരുവുനായകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടുചെന്നാക്കാനൊക്കെ പ്രത്യേക കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുമെന്നൊക്കെ സർക്കാർ പറയുന്നതാണ്. പക്ഷെ അതൊന്നും കാര്യക്ഷമമായി നടക്കാത്ത ഒരു സ്ഥിതി ഉണ്ട്. തെരുവുനായകൾ പെരുകുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് ആക്രമിക്കുന്നതും കുട്ടികളെയാണ്. അതിൽ എടുത്തു പറയേണ്ടത്, കുട്ടികളെ ആക്രമിക്കുമ്പോൾ അവരുടെ സ്ഥിതി ഗുരുതരമാകാനുള്ള സാഹചര്യം ഉണ്ട്. അതാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രതിരോധം ഈ ഘട്ടത്തിൽ അത് പരാജയപ്പെടുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അതാണ് ഈ കണക്കുകളൊക്കെ ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ കുട്ടികൾ ഉൾപ്പെടെ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ തെരുവുനായ നിയന്ത്രണം മാത്രമാണ് അതിൽ ആദ്യം എടുക്കേണ്ടത്. തെരുവുനായകൾക്ക് ഈ വാക്സിനൊക്കെ നൽകുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സർക്കാർ തന്നെയാണ്
വിശദീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ വാക്സിൻ എടുത്തിട്ട് പോലും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതെന്ന് സർക്കാർ തന്നെ വിശദീകരിക്കണം. എന്തായാലും ഈ വാക്സിൻ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നു, വാക്സിൻ എടുത്തിട്ട് പോലും മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സ്ഥിതി ഗുരുതരമാക്കുന്നത്. നേരത്തെ ഈ കോട്ടയ്ക്കൽ ഒരു കുട്ടി മരിച്ചു. അതിനുശേഷം 2 മരണങ്ങൾ കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികൾ വലിപ്പം കുറഞ്ഞത് കൊണ്ട് തന്നെ കടിയേൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. മുഖത്തൊക്കെ ആവുമ്പോൾ ഇത് അപകട സാധ്യത കൂടുമെന്നാണ് ആരോഗ്യവകുപ്പും ഒക്കെ പറയുന്നത്. നേരിട്ട് തലച്ചോറിലേക്ക് എത്തുമ്പോൾ ഈ വാക്സിന് പ്രതിരോധിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സ്ഥിതി ഗുരുതരമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തെരുവുനായ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇതിൽ വേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞതാണ്. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നു. കണ്ണൂരിൽ ഒരു കുട്ടിയെ തെരുവുനായ കടിച്ചു കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ ഇത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു ഗൗരവം അതിൽ നിന്ന് നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ തെരുവുനായകളുടെ ആക്രമണം കൂടുകയും അത് പിന്നീട് വീണ്ടും ഇത്തരത്തിൽ കുട്ടികളുടെ മരണത്തിലേക്കുമൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് സർക്കാരാണ്. അത് ഈ വാക്സിൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ തെരുവുനായ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും സർക്കാരിനെ ഗൗരവമായി ചിന്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ എത്തുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അർജുൻ, അതുതന്നെയാണ് ഒരു ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയോ സ്വീകരിക്കും. പക്ഷേ പിന്നീട് അതിലേക്ക് അത്തരം നടപടികൾ എല്ലാം മന്ദഗതിയിലാകുന്ന ഒരു സ്ഥിതി, വീണ്ടും അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അടുപ്പിച്ച് 3 കുട്ടികളുടെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യത്തിൽ ദ്രുതഗതിയിൽ തന്നെ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ബാധ്യസ്ഥരല്ലേ? അത്തരം നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്വാതി, അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ മൃഗസംരക്ഷണ വകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർന്നാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇവരെ ഈ തെരുവ് നായ്ക്കളെ പാർപ്പിക്കാനുള്ള ഇടം ഉൾപ്പെടെയൊക്കെ ഒരു ഘട്ടത്തിൽ കൃത്യമായി നടന്നതാണ്. പക്ഷേ അതിന്റെയൊക്കെ ഇപ്പോഴത്തെ നില എന്താണെന്നുള്ളത് സർക്കാർ തന്നെ വിശദീകരിക്കണം. അത് ഏതെങ്കിലും തരത്തിൽ കാര്യക്ഷമമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ തെരുവുനായകൾ പെരുകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇക്കാര്യത്തിൽ അതാണ് സർക്കാരിന് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നീട് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ അപാകതയുണ്ടെന്ന് സർക്കാർ പറയുന്നില്ല. കാരണം അത് കാര്യക്ഷമമായി തന്നെയാണ് വാക്സിൻ പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ വാക്സിന്റെ കാര്യപ്രാപ്തിയിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കും സംശയിക്കേണ്ട സാഹചര്യമില്ല. കാരണം ചില കേസുകളിൽ സർക്കാരും അല്ലെങ്കിൽ ഈ വിദഗ്ധരും ഒക്കെ പറയുന്നത് അത് ഗൗരവം ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെങ്ങനെയാണ് മുറിവുണ്ടാക്കുന്നത്, അതാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഏത് രീതിയിലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യസ്ഥിതിയൊക്കെ ഗുരുതരമാക്കുന്നതെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. ചില കേസുകളിൽ ഈ വാക്സിൻ എടുത്താൽ പോലും അത് ആ മുറിവ് എങ്ങനെയാണ് അതായിരിക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ മരണം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. പിന്നെ ചില കേസുകളിൽ വാക്സിൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എങ്ങനെയാണ് കൃത്യമായിട്ടല്ലേ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കൂടി ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രഥമ വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രാഥമികമായി വിദഗ്ധരും ആരോഗ്യവകുപ്പും ഒക്കെ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ വാക്സിൻ മോശപ്പെട്ട അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഇത് ആ കുട്ടിയുടെ കൈ, അതായത് കൈമുട്ടിന്റെ ഭാഗത്താണ് ഈ മുറിവ് ഉണ്ടായിരുന്നത്. ആ കടിയേറ്റ ഭാഗം എന്ന് പറയുന്നത് ആഴത്തിൽ മുറിവുണ്ടായി. ആ പല്ല് അത് കുട്ടിയുടെ ഞരമ്പിൽ സ്പർശിച്ചു, അല്ലെങ്കിൽ ആ ഞരമ്പിൽ കടിയേറ്റാണ് ഇത്തരത്തിൽ ഗുരുതര സ്ഥിതിയിലേക്ക് പോകുന്നത്. ഞരമ്പിൽ കടിയേറ്റ് കഴിഞ്ഞാൽ ഈ പേവിഷബാധ അത് നേരിട്ട് പെട്ടെന്ന്
തലച്ചോറിലേക്ക് ഉൾപ്പെടെ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ ഏതൊക്കെ രീതിയിൽ കൃത്യമായി എടുത്തെങ്കിൽ പോലും ചില കേസുകൾ അത് ഈ രീതിയിൽ ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ട്. ഈ കൊല്ലത്തെ 7 വയസ്സുകാരുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഏപ്രിൽ 8-ന് തെരുവുനായയുടെ കടിയേൽക്കുന്നു. ഏപ്രിൽ 28-നാണ് കുട്ടിക്ക് പനി വന്ന് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോഴാണ് പേവിഷബാധയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുന്നത്. അന്ന് പിന്നീട് 1-ാം തീയതി മെയ് 1-ന് കുട്ടിയെ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് തൊട്ട് തന്നെ കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. വെന്റിലേറ്ററിലാണ് അന്ന് തൊട്ട് ഉണ്ടായിരുന്നത്. സാധ്യമായ എല്ലാ ചികിത്സയും കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ SAT ആശുപത്രി നൽകിയതാണ്. പക്ഷേ ഇത്തരം കേസുകളിലൊക്കെ ഈ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ റിസ്ക് ആണെന്നാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ പറഞ്ഞത്. അതാണ് ഈ കേസിലും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഈ മരണം സംഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. വാക്സിൻ ഏതെങ്കിലും തരത്തിൽ അല്ലാത്തത് കൊണ്ടല്ല ഇത്തരത്തിൽ സ്ഥിതി ഗുരുതരമാവുകയും പിന്നീട് മരണത്തിലേക്കൊക്കെ ശരി പോകുകയും അർജുൻ, തിരുവനന്തപുരം SAT-യിൽ പേവിഷബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള അതിദാരുണമായുള്ള വാർത്തയാണ് വരുന്നത്.